ഒരിക്കലും നിങ്ങൾ ഇവിടെ ഒന്ന് ബിരിയാണി കഴിക്കുക കേട്ടോ. കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടുത്തെ ഒരു സ്ഥിരം കസ്റ്റമറായി മാറും. കോഴിക്കോടുള്ള ഒരു കിടിലൻ ബിരിയാണി സ്പോട്ടിലേക്കാണ് നമ്മൾ ഇപ്പോൾ പോകാൻ പോകുന്നത്. വരി. അപ്പോൾ ഒരു കാലിക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഒരു മാസമായിട്ടേ ഉള്ളൂ. നമുക്ക് ഇവിടുത്തെ ഫുഡൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കിയാലോ? നമ്മൾ ഈ ഹോട്ടലിനുള്ളിൽ കയറുമ്പോൾ തന്നെ അടിപൊളി ആംബിയൻസ് ആണ് ഇതിനുള്ളിൽ ഒരു സെറ്റാക്കിയത്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ബീഫ് ബിരിയാണി എത്തിയിട്ടുണ്ട്. നമുക്ക് എങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് കഴിച്ചു നോക്കി പറയാം. നല്ല സോഫ്റ്റ് റൈസും അതുപോലെ തന്നെ പീസൊക്കെ താ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഓൾറെഡി 2 പീസ് ഇതിൽ കിട്ടിയിട്ടുണ്ട്. പകുതി തട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇനിയും പീസുണ്ട്. അപ്പോൾ എന്താണ് ഈ ആദം എന്നുള്ള പേര് ചൂസ് ചെയ്യാൻ കാരണം? സിമ്പിളാ. ആദ്യത്തെ ദമ്മ്, ആദ്യം പൊട്ടിക്കുന്ന ദമ്മ് ആദം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയുണ്ടെന്ന് നോക്കാം. നമ്മൾ കല്യാണത്തിനൊക്കെ പോയി കിട്ടുന്ന ബിരിയാണി, സെയിം ബിരിയാണി, രണ്ടും ഒന്നിനൊന്നും മെച്ചം. എങ്ങനെയുണ്ട് ബിരിയാണി? ഓ, അടിപൊളി ബിരിയാണിയാ. സ്ഥിരം കസ്റ്റമർ ആണോ? ഇടക്കിടക്ക് ഈ വൈക്ക് വരുമ്പോഴൊക്കെ വരുത്തുണ്ട്. അടിപൊളി ബിരിയാണി. സ്ഥിരം കസ്റ്റമർ ആണോ? ഞാൻ അങ്ങോട്ട് വരുത്തുണ്ട്. ബിരിയാണി എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. അടിപൊളി ബിരിയാണി. അടിപൊളിയാണ്. കഴിച്ചിട്ട് അത്ര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഷെഫിനെ കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചത്. സൂപ്പർ ബിരിയാണിയാണ്. എത്ര കാലമായി നിങ്ങൾ ഇവിടെ തുടങ്ങിയിട്ട്? ഒരു 1 month ആയിട്ടുള്ളൂ. തീർച്ചയായും ഇതത്തെ ട്രെൻഡിങ് 100% ഉറപ്പ്. അത്രയ്ക്ക് അടിപൊളി ബിരിയാണി. കോഴിക്കോട് ഒരുപാട് ബിരിയാണി സ്പോട്ടുകളുണ്ട്. നിങ്ങളൊരു ബിരിയാണി ലവർ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഒരു തവണയെങ്കിലും ഈ ബിരിയാണി കഴിക്കണം. അത്രയ്ക്ക് അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് സൗത്ത് ബീച്ച് കഴിഞ്ഞിട്ട് ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആദം ബിരിയാണി സെൻറ്റർ.